എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോപ്പറേറ്റീവ് റൂൾസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പുതിയതായി ഒരു വീഡിയോ സീരീസ് ആരംഭിക്കുകയാണ്. അതായത് എല്ലാ മത്സര പരീക്ഷകൾക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണിത്. അതായത് CSEB, കേരള PSC, SSC എന്നീ പരീക്ഷകൾക്ക് GK ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ സീരീസ് പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതാണ്. നമ്മളിന്ന് ആദ്യമായിട്ട് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് പറയുന്നത്. അത് നമുക്കറിയാം, എല്ലാ രാജ്യങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങൾക്കും ഒരു ഭരണഘടന ഉണ്ടായിരിക്കും. ഒരു ഭരണഘടന ഉണ്ടാകുന്നതിന് മുന്നോടിയായി ലോകത്തിൽ ആദ്യമായിട്ട് ഒരു നിയമസംഹിത ഉണ്ടാകുന്നത് ബാബിലോണിയയിലാണ്. അല്ലെ, ഹമ്മുറാബിയാണ് ലോകത്തിൽ ആദ്യമായി ഒരു നിയമസംഹിത കൊണ്ടുവരുന്നത്. ദി ഫസ്റ്റ് ലോ ഗിവർ ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്നത് ഹമ്മുറാബി, ബാബിലോണിയ. ഇന്ത്യയിൽ ഇങ്ങനെ ആദ്യമായി ഒരു നിയമസംഹിത കൊണ്ടുവരുന്നത് മനുസ്മൃതിയാണ് ഇന്ത്യയിലെ ആദ്യ നിയമസംഹിത. ഈ നിയമസംഹിതയാണ് പിന്നീട് ഡെവലപ്പ് ചെയ്ത് ഭരണഘടനയായിട്ട് മാറുന്നത്. ഭരണഘടന എന്ന ആശയം ആദ്യമായി ഉണ്ടായ രാജ്യമാണ് അമേരിക്ക. ലോകത്തിൽ ആദ്യമായി ഭരണഘടന എന്ന ആശയം ഉണ്ടായ രാജ്യം അമേരിക്കയാണ്. 1789 അമേരിക്കൻ ഭരണഘടന ഉണ്ടാകുന്നത്. ലോകത്തിൽ ആദ്യമായി ഭരണഘടന എന്ന ആശയം ഉണ്ടാകുന്ന രാജ്യം USA 1789. ഇന്ത്യൻ ഭരണഘടന ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ അമേരിക്കയിൽ ഒരു ഭരണഘടനയുണ്ട്. ലോകത്തിൽ ആദ്യമായി ഭരണഘടന എന്ന ആശയം ഉണ്ടാകുന്ന രാജ്യമാണ് അമേരിക്ക. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെയിംസ് മാഡിസൺ. ഫാദർ ഓഫ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ജെയിംസ് മാഡിസൺ. ലോകത്തില് ആദ്യമായി ഉണ്ടാകുന്ന റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനെ പൊതുവെ രണ്ടായിട്ട് തിരിക്കാം: എഴുതപ്പെട്ടിട്ടുള്ള ഭരണഘടനയെന്നും എഴുതാതെയുള്ള ഭരണഘടനയെന്നും. അമേരിക്കയുടെ ഭരണഘടന എഴുതപ്പെട്ടിട്ടുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ചെറിയ എഴുതപ്പെട്ടിട്ടുള്ള ഭരണഘടനയാണ് അമേരിക്കയുടെ ഭരണഘടന. വെറും 7 ആർട്ടിക്കിൾ മാത്രമാണ് അമേരിക്കയുടെ ഭരണഘടനയ്ക്കുള്ളത്. അമേരിക്കയുടെ ഭരണഘടന ഓൾഡസ്റ്റ്, സിംപ്ലസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇനി എഴുതാതെയുള്ള ഭരണഘടനയുള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണമാണ് ബ്രിട്ടൻ, ഇസ്രയേല്, ന്യൂസിലാൻഡ്. ഈ രാജ്യങ്ങളുടെ ഭരണഘടനയാണെങ്കിൽ എഴുതാതെയുള്ള ഭരണഘടനയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ടിട്ടുള്ള ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ. അതാണ് ഇന്ത്യൻ ഭരണഘടനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ടിട്ടുള്ള ഭരണഘടന. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഭേദഗതികൾ ഉണ്ടായിട്ടുള്ള ഭരണഘടന, ഏറ്റവും സങ്കീർണമായ ഭരണഘടനയും ഇന്ത്യയുടെ ഭരണഘടനയാണ്. അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് പറയപ്പെടുന്നത് ഇന്ത്യയാണ്. അതാണ് ഇന്ത്യൻ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. എന്നാൽ ജനാധിപത്യത്തിന്റെ ജന്മനാട് അല്ലെങ്കിൽ ക്രാഡിലോ ഡെമോക്രസി എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഗ്രീസ്. ഇതാണ് ക്രാഡിലോ ഡെമോക്രസി എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഗ്രീസ്. ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ ഗ്രീസ്. ആധുനിക ജനാധിപത്യത്തിന്റെ ജന്മനാടാണ് ബ്രിട്ടൻ. ഇതാണ് ദി ബർത്ത് പ്ലേസ് ഓഫ് മോഡേൺ ഡെമോക്രസി ബ്രിട്ടൻ. ബർത്ത് പ്ലേസ് ഓഫ് ഡയറക്റ്റ് ഡെമോക്രസി സ്വിറ്റ്സർലാൻഡ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ. ജനാധിപത്യത്തിന്റെ ജന്മനാട് അല്ലെങ്കിൽ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഗ്രീസ്. ആധുനിക ജനാധിപത്യത്തിന്റെ ജന്മനാടാണ് ബ്രിട്ടൻ. പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ജന്മനാടാണ് സ്വിറ്റ്സർലാൻഡ്. ആധുനിക ജനാധിപത്യത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് സോഷ്യൽ കോൺട്രാക്ട്. അതാണ് ആധുനിക ജനാധിപത്യത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് റൂസോയുടെ സോഷ്യൽ കോൺട്രാക്റ്റിനെയാണ് ആധുനിക ജനാധിപത്യത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത്. എല്ലാ രാജ്യങ്ങൾക്കും ഒരു ഭരണഘടന ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇന്ത്യക്കും സ്വന്തമായിട്ട് ഒരു ഭരണഘടനയുണ്ട്. അല്ലെങ്കിൽ ഇന്ത്യയുടെ
പരമോന്നത നിയമ പുസ്തകമാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയപ്പെടുന്നത്. ഇതിൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ഒരു ഭരണഘടന ഉണ്ടായിരിക്കും. അതുപോലെ ഇന്ത്യക്കുമാണെങ്കിൽ സ്വന്തമായി ഒരു ഭരണഘടനയുണ്ട്. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി കൊണ്ടുവന്ന ഇന്ത്യക്കാരനാണ് MN റോയ്. ദി ഫസ്റ്റ് പേഴ്സൺ പുട്ട് ഫോർവേഡ് ദ ഐഡിയ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇന്ത്യ വാസ് MN റോയ് ഇൻ 1934. 1934 MN റോയ് ആണ് ആദ്യമായിട്ട് ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം കൊണ്ടുവരുന്നത്. MN റോയ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു, അല്ലെ ജനകീയ ആസൂത്രണത്തിന്റെ പിതാവ്. ഇതാണ് MN റോയ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു, അല്ലെ ജനകീയ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന MN റോയ് ആണ് ആദ്യമായിട്ട് ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം കൊണ്ടുവരുന്നത്. 1934 MN റോയ് ആണ് ആദ്യമായിട്ട് ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു ഭരണഘടന വേണമെന്ന് ആവശ്യപ്പെടുന്നത്. MN റോയ് എക്സ്പ്രസ് ഹിസ് ഒപ്പീനിയൻ ത്രൂ ഹിസ് ന്യൂസ് പേപ്പർ ഇന്ത്യൻ പേട്രിയോട്ട്. MN റോയ് തന്റെ ആശയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച ന്യൂസ് പേപ്പറാണ് ഇന്ത്യൻ പേട്രിയോട്ട്. MN റോയിയുടെ ബുക്കാണ് ഇന്ത്യ ഇൻ ട്രാൻസിഷൻ. MN റോയിയുടെ രാഷ്ട്രീയ പാർട്ടിയാണ് റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി. എന്തൊക്കെയാണ് പറഞ്ഞത്? ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി ആവശ്യപ്പെടുന്ന ഇന്ത്യക്കാരനാണ് MN റോയ്. 1934 MN റോയ് ആദ്യമായിട്ട് ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന വേണമെന്ന് ആവശ്യപ്പെടുന്നത്. ദി ഫസ്റ്റ് ഇന്ത്യൻ put forward the idea of constitution for India was MN Roy in 1934. MN Roy expressed his opinion through his newspaper Indian Patriot. MN Roy തന്റെ ആശയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച പത്രമാണ് ഇന്ത്യൻ പേട്രിയോട്ട്. അതുപോലെ MN റോയിയുടെ ബുക്കാണ് ഇന്ത്യ ഇൻ ട്രാൻസിഷൻ. ഇന്ത്യ ഇൻ ട്രാൻസിഷൻ book written by MN റോയ്. ഫൗണ്ടർ ഓഫ് റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി MN റോയ്. MN റോയിയുടെ പാർട്ടിയാണ് റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി. ക്ലിയർ ആയോ? ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി ആവശ്യപ്പെടുന്ന ഇന്ത്യക്കാരൻ MN റോയ്. 1934 MN റോയിയുടെ പത്രം ഇന്ത്യൻ പേട്രിയോട്ട്, MN റോയിയുടെ ബുക്ക് ഇന്ത്യ ഇൻ ട്രാൻസിഷൻ, MN റോയിയുടെ രാഷ്ട്രീയ പാർട്ടിയാണ് റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി. എന്നാൽ ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന അല്ലെ ഒരു ഭരണഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടി 1923 രൂപീകരിക്കുന്നത്. ഇതിന്റെ പ്രസിഡന്റ് CR ദാസ്, സെക്രട്ടറി മോട്ടിലാൽ നെഹ്റു. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന അല്ലെ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന് ആദ്യമായി ആവശ്യപ്പെടുന്ന ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. ഫസ്റ്റ് പ്രസിഡന്റ്, സ്വരാജ് പാർട്ടിയുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആണ് CR ദാസ്, സെക്രട്ടറിയാണ് മോട്ടിലാൽ നെഹ്റു. ഇനി അടുത്തായിട്ട് ഇന്ത്യക്കൊരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചർച്ച ചെയ്യുന്നത് 1935 ബോംബെ സമ്മേളനത്തിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫസ്റ്റ്ലി ഡിസ്കസ് ദാറ്റ് there is a constituent assembly for the formation of constitution for India was Bombay session 1935. പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചർച്ച ചെയ്യുന്നത് 1935 ബോംബെ സമ്മേളനത്തിലാണ്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്
1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫസ്റ്റ് പ്രസിഡന്റ് WC ബാനർജി, അതുപോലെ ഫസ്റ്റ് സെക്രട്ടറിയാണ് AO ഹ്യൂം. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആണ് സോണിയാഗാന്ധി. ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആണ് മല്ലികാർജുന ഖാർഗെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1935 ബോംബെ സമ്മേളനമാണ് ആദ്യമായി ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം കോൺഗ്രസ് പാർട്ടി ആദ്യമായി ചർച്ച ചെയ്യുന്നത്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ബട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒഫീഷ്യലി ഡിമാൻഡഡ് എ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോർ ഇന്ത്യ വാസ് ഫൈസാപൂർ സെഷൻ 1937. എന്നാൽ ഇന്ത്യക്കൊരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന് ഔപചാരികമായി ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെടുന്നത് 1937 ഫൈസാപൂർ സെഷനിലാണ്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രാമത്തിൽ വച്ച് നടക്കുന്ന ആദ്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനമാണ് 1937 ഫൈസാപൂർ സമ്മേളനം. ഫസ്റ്റ് കോൺഗ്രസ് സെഷൻ കണ്ടക്ടഡ് ഇൻ എ വില്ലേജ്. ഗ്രാമത്തിൽ വെച്ച് നടക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനമാണ് 1937 ഫൈസാപൂർ സമ്മേളനം. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ് ജവഹർലാൽ നെഹ്റു. ഇങ്ങനെ ഈ ആവശ്യങ്ങളുടെ ഇതിന്റെ എല്ലാം ഫലമായിട്ട് ബ്രിട്ടീഷുകാര് ഇന്ത്യക്ക് ഒരു ഭരണഘടന രൂപീകരിക്കുന്നതിന് അംഗീകാരം കൊടുക്കുന്നു. ഇതിന്റെ പേരാണ് ഓഗസ്റ്റ് ഓഫർ ഓഫ് 1940. ഇതാണ് ഓഗസ്റ്റ് ഓഫർ ഓഫ് 1940. ഇന്ത്യക്കൊരു ഭരണഘടന ബ്രിട്ടൻ അംഗീകരിച്ചുകൊണ്ടുള്ള ഓർഡറിന്റെ പേരാണ് ഓഗസ്റ്റ് ഓഫർ ഓഫ് 1940. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്.